ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 1 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ആ ഒരു സേലിയൻ ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യയുടെ സുപ്രീം ലോ ആണ്. ലോ ഓഫ് ദ ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആ ഒരു ഡേ എന്നാണ്, ഇന്ത്യ റിപ്പബ്ലിക്കായ ആ ഒരു ദിവസം എന്ന് പറയുന്നത് 26 ജാനുവരി 1950 ആണ്. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രീ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ലോങ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞു അതെന്താണ്, ഒരു ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ് ആണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഈ മേജറായിട്ടുള്ള ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയും അതുപോലെ അവരുടെ സോഷ്യോ എക്കണോമിക് ഐഡിയൽസ്, ആസ്പിറേഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അത് എന്നാണ് അഡോപ്റ്റ് ചെയ്തത്? 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ ടൈമിലെ പ്രസിഡൻറ്റ്, അദ്ദേഹമാണ് സൈൻ ചെയ്തത്. ഇത് എന്നിട്ട് ഫോഴ്സിലേക്ക് വരുന്നത്, അതായത് പ്രാബല്യത്തിലേക്ക് വരുന്നത് 26 ജാനുവരി 1950. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക. അതായത് മറ്റേത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതാണ് 26 നവംബർ 1949. അത് ഫോഴ്സിലേക്ക് വരുന്നത് 26 ജാനുവരി 1950. അതാണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കേസുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യത്തെ ഒരു കേസാണ് BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്നിട്ട് ഒരു കേസ്. ഇതിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഡോക്യുമെൻറ്റ് ഹാവിങ് എ ലീഗൽ സാങ്ക്ടിറ്റി വിച്ച് സെറ്റ്സ് ഔട്ട് ദ ഫ്രെയിം വർക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് വിത്തിൻ ദ സ്റ്റേറ്റ് ആൻഡ് ഡിക്ലെയേഴ്സ് ദ പ്രിൻസിപ്പിൾസ് ബൈ വിച്ച് ദോസ് ഓർഗൻസ് മസ്റ്റ് ഓപ്പറേറ്റ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റാണ്. ആ ഒരു ഡോക്യുമെൻറ്റിന് ഒരു പ്രത്യേക ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ട്, ആ ഒരു പ്യൂരിറ്റി ഉണ്ട്. അങ്ങനെയുള്ളൊരു ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് എന്താണുള്ളത്, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ അകത്ത്, ആ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ പല ഓർഗൻസ് വരുന്നുണ്ട്. ആ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഈ പറയുന്ന ഓർഗൻസ് വർക്ക് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ലീഗൽ സാങ്ക്ടിറ്റി ഉള്ള ആ ഡോക്യുമെൻ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. The Constitution refers to the whole system of the governance of a country and the collection of rules which establish and regulate or govern the government. അപ്പോൾ ഇത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഗവേണൻസിൽ വരുന്ന മൊത്തം സിസ്റ്റത്തിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് റൂൾസ് കാണും. അതുപോലെ ആ റൂൾസ് എന്തായിരിക്കും പറയുന്നത്, ഒരു ഗവൺമെൻറ് എങ്ങനെ ഗവേൺ ചെയ്യണം, എങ്ങനെ അത് വർക്ക് ചെയ്യണം, അതുപോലെ എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും നമുക്കതിൽ കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇന്ത്യക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഓർഗൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നമുക്ക് 3 ടൈപ്പ് ഓർഗൻസ് ആണ് ഗവൺമെൻറ്റിന് വരുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പം ഇങ്ങനെ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ആണ് നമുക്കുള്ളത്.
അടുത്ത ഒരു കേസും കൂടെ പറയാം. സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് കമ്മിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു കൺട്രിയെ ഗവേൺ ചെയ്യുന്നത്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ആയിരിക്കും നമ്മൾ എങ്ങനെ കണക്കാക്കേണ്ടത്? സുപ്രീമായിട്ടും സോവറിൻ. അതായത് നമ്മുടെ ഒരു കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും സോവറിനായിട്ടുള്ളൊരു പവർ എന്ന് പറയുന്നത്, ഒരു പരമാധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? ആ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ല. ആ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ആൻഡ് ഓർഗാനിക് ഡോക്യുമെൻ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് അമെൻമെൻറ്റ്സ് വരുത്താറുണ്ട്, മോഡിഫിക്കേഷൻസ് വരുത്താറുണ്ട്. അപ്പോൾ അതൊരു ലിവിങ് ആൻഡ് ഓർഗാനിക് ഡോക്യുമെൻ്റ് ആണ് നമുക്ക് പറയാം. എപ്പോഴും അത് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയല്ല. നേഷൻ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ടൈമും നമ്മുടെ ആ ഒരു സർക്കംസ്റ്റൻസൊക്കെ മാറുന്നതനുസരിച്ച് ആവശ്യമായ ചേഞ്ചസൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡീറ്റെയിൽഡ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ വേൾഡ് ആണ്. അതുപോലെ ഇതിന് നമ്മൾ ആദ്യം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് അറ്റ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റിൻ്റെ ടൈമിൽ 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 22 പാർട്ടും 8 ഷെഡ്യൂൾസുമായിട്ടായിരുന്നു ഇത് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ പല ആർട്ടിക്കിൾസ് റിപ്പീൽ ചെയ്ത് പോയതുണ്ടാവാം, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് അമെൻമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ബേസിക്കായിട്ട് നമ്മൾ തുടക്കം എത്ര ഉണ്ടാകും എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. 395 ആർട്ടിക്കിൾസും അതിൽ 22 പാർട്സും 8 ഷെഡ്യൂൾസും. ഇത് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് ജസ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രോ. നമുക്കൊരു എസ്സേക്കൊക്കെ ഇൻട്രോ പാരഗ്രാഫായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. 2 കേസിൻ്റെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടുവും പിന്നെ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് കമ്മിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഇങ്ങനെ 2 കേസുകളും പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം അത് ശരിക്കും ഒരു 9 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുവരയ്ക്കും താങ്ക് യു.